കഴിഞ്ഞ ദിവസം ഇട്ട പോളില് ഏറ്റവും കൂടുതൽ പേര് വേണമെന്ന് പറഞ്ഞത് ക്ലേ കാൻഡിൽ ഹോൾഡർ ആയിരുന്നു കേട്ടോ. എങ്കിൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ. ഇത് നമ്മുടെ ഡെസ്ക് ഡെക്കർ സീരീസിന്റെ പാർട്ട് 4 ആണ്. അടുത്തതായിട്ട് ഇനി എന്ത് വേണമെന്ന് ഞാൻ നിങ്ങളോട് പോൾ ഇട്ടാണ് ചോദിക്കാറുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പേര് എന്താണോ പറയാറുള്ളത് അതാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ് ഒക്കെയാണ് ഞാൻ ഈ പോൾ ആയിട്ട് ഇടാറുള്ളത്. നിങ്ങൾക്ക് വെറൈറ്റി ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറയണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ സീരീസിൽ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും അവസാനം ഗിവ് അവേ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾക്കറിയാമല്ലോ ഈ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ക്ലേ കൊണ്ടുണ്ടാക്കി എടുത്തതാണെന്ന്. അതുകൊണ്ട് തന്നെ ഇത് ഗിവ് അവേ ചെയ്യുന്നത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ തീരുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഡെസ്ക് ഡെക്കേഴ്സ് ആണല്ലോ. പിന്നെ ഈ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും യൂസ്ഫുള്ളുമാണ്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇതെല്ലാം ഗീവ് അവേ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. എന്തായാലും നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് ഒരു അഭിപ്രായം പറ. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയത് ഈ ഒരു പ്ലാൻ ബോട്ടായിരുന്നു കേട്ടോ. പാർട്ട് 5 എന്ത് വേണമെന്ന് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോൾ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യണേ. ഈ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ പെയിന്റ് ചെയ്യണോ വേണ്ടായോ എന്ന് ഇന്നലെ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പെയിന്റ് ചെയ്യണോ വേണ്ടായോ എന്നുള്ളൊരു ചോദ്യം പോലും കോപ്പി എന്ന് പറയുന്ന ടീംസ് ഉണ്ട് ഇവിടെ. ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയ പ്രതിഭാസമൊന്നും അല്ല കേട്ടോ. കുറെ നാളായിട്ട് എന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ കുറച്ച് പേര് വട്ടം കറങ്ങി നടപ്പുണ്ട്. എന്റെ കമന്റ് ബോക്സിൽ മാത്രമല്ല, സോയിൽ ക്ലേ കൊണ്ട് ക്രാഫ്റ്റ് ചെയ്യുന്ന എല്ലാ ക്രിയേറ്റേഴ്സിന്റെയും കമന്റ് ബോക്സിൽ ഇതുപോലെ പോയിട്ട് കോപ്പി എന്ന് പറയുന്നവരുണ്ട്. വീട്ടിലെ മണ്ണ് വെച്ചിട്ട് 4-5 ദിവസം കഷ്ടപ്പെട്ട് ക്ലേ ഉണ്ടാക്കിയിട്ട് ആ ക്ലേ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി അത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും കുറെ പേര് വരും കോപ്പി എന്ന് പറഞ്ഞുകൊണ്ട്. അവരവരുടെ കഴിവ് കൊണ്ടല്ലേ അവരൊക്കെ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറെ മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കോപ്പി എന്നൊരു വാക്കുകൊണ്ട് തകർത്ത് കളയാൻ നോക്കുകയാണോ? അത് അങ്ങനെയൊന്നും തകർന്നു പോവില്ല കേട്ടോ. പിന്നെ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് മറ്റൊരാൾ ചെയ്യുന്നതിനെ കോപ്പി എന്നല്ല കേട്ടോ പറയുന്നത്, ഇൻസ്പിറേഷൻ എന്നാണ്. നെഗറ്റീവ്സ് പറയുന്നവര് അത് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പണി കണ്ടിന്യൂ ചെയ്തോളൂ. ഞങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഞങ്ങളുടെ പണിയും ചെയ്തോളാം. അതെല്ലാം പോട്ടെ, ഇത്രയൊക്കെ ആയിട്ടും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ. എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. നമുക്കിതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്നേ. നമുക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും മുൻപോട്ട് പോകാം. അതല്ലേ അതിന്റെ ശരി. പിന്നെ ഒരു കാര്യം മറന്നുപോയി, എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.